പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് കോഴഞ്ചേരിയിലാണ്. ഇവിടെ ഒരു പാലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ പണ്ട് ഒരു അല്ലു അർജുൻ്റെയും നമ്മുടെ ആര്യയുടെയും കൂടെ ഒരു സിനിമയുടെ വരൻ മൂവി സിനിമയുടെ ഷൂട്ടിംഗ്, ഒരു ആക്ഷനൊക്കെ ഇവിടെ, അടിയുടെ സീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സിനിമ കാണുമ്പോൾ അറിയാം, ആ ബാക്കിലെ പള്ളിയെല്ലാം കാണാം. ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നേരെ പോകുന്നത് അടുത്തത് ആടുജീവിതം ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അവിടെയും പോയി കാണും. അന്ന് ഇത് റെഡ് കളറായിരുന്നു ഈ പാലത്തിൽ അടിച്ചിരുന്നത്. മഴ പെയ്തുകൊണ്ട് ഇഷ്ടത്തിന് വെള്ളം ഇവിടെ. ആ കാണുന്ന പള്ളിയൊക്കെ കാണാം. അതിൻ്റെ താഴെയാണ് എടുത്ത് ചാടുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് മലയാള സിനിമയുടെ പ്രിയ നടൻ തിലകൻ സാറിൻ്റെ വീടാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ ആടുജീവിതം ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടാണ്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ വീടും കാര്യങ്ങളും മറ്റേ ആറിൻ്റെ ഇതെല്ലാം സീനും എല്ലാം ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ അങ്ങ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അവിടെ കൂടെ നമ്മൾ പോകും. മറ്റേ പാലത്തിന് പാട്ട് സീനൊക്കെ ഒത്തിരി ഷൂട്ട് ചെയ്തിരുന്നത് ഇവിടാണ്. എന്നാൽ കൊറോണ ടൈം ആയിരുന്നു ഇവിടെ ഷൂട്ടിങ്. അതും പോയി കാണാം. ആടുജീവിതത്തിനകത്ത് ആ പാട്ട് സീനും ഇതൊക്കെ ഷൂട്ട് ചെയ്തേ. ഈ ആറിൻ്റെ തീരത്ത് ഇവിടെ നേരെ തന്നെ മണപ്പുറമായിരുന്നു, മണലായിരുന്നു. ഇപ്പം മഴയൊക്കെ പോയതുകൊണ്ട് പുല്ലെല്ലാം കിളിച്ചിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ആ പാട്ട് സീനും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജും അമലാപ്പോളും ഉള്ള. പൃഥ്വിരാജിൻ്റെ വീടും നാടും എല്ലാം കാണിക്കുന്ന ഇവിടാണ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് സീനകത്ത് കാണിക്കുന്നുണ്ട് ഈ അക്വഡേറ്റ്. അവിടെ മണപ്പുറമായിരുന്നു, അന്ന് മൊത്തം മണലായിരുന്നു. ഇപ്പം മഴയെല്ലാം പെയ്തുകൊണ്ട് മൊത്തം പുല്ലൊക്കെ കിളിച്ചിരിക്കുകയാണ്. ഈ കടക്കകത്തൂടെ നേരെ കാണുന്ന വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ വീട്, തിലകൻ സാറിൻ്റെ. അവിടെ ആരൊന്നുമില്ല, താമസക്കാരൊന്നും ഇല്ലെന്നുണ്ട്. വണ്ടികളൊക്കെ കാണാം. പ്ലാങ്കവൺ ജംഗ്ഷനിൽ കാണുന്ന 3 നില വീട്. എവിടെ പോടാ നീ ഹെൽമെറ്റും വെച്ചോണ്ട്? ആളുണ്ടോ അവിടെ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും വരും.